ഹലോ മക്കളെ, നമ്മള് ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു അല്ലെ പഠിച്ചുകൊണ്ടിരുന്നത്. ഈ ചാപ്റ്ററിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ജെൻഡറിനെ പറ്റി പറഞ്ഞു അല്ലെ. ജെൻഡറിൽ എന്താ പറഞ്ഞത്? ജെൻഡർ മെയിലും ഫീമെയിലും ഉണ്ട്. അവരെങ്ങനെയാണ്, എന്താണ് അവർക്ക് പൊളിറ്റിക്സിൽ അല്ലെ, ജെൻഡറിന് എന്താണ് പൊളിറ്റിക്സിൽ റോൾ എന്ന് പഠിച്ചു അല്ലെ. പിന്നെ നമ്മൾ എന്താ പഠിച്ചത്? നമ്മള് റിലീജിയനെ പറ്റി സംസാരിച്ചു അല്ലെ. റിലീജിയനും പൊളിറ്റിക്സുമായിട്ടുള്ള റിലേഷൻ അല്ലെ. റിലീജിയൻ എന്താണ്, പൊളിറ്റിക്സിൽ എന്താണ് റിലീജിയന്റെ റോൾ എന്ന് നമ്മൾ പഠിച്ചു. ആൻഡ് നമുക്ക് പഠിക്കാനുള്ള ഇനി എന്താ? ചാപ്റ്ററിന്റെ പേരെന്താ? ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് അല്ലെ. ഇനി അപ്പൊ നമുക്ക് എന്താ പഠിക്കാനുള്ളത്? കാസ്റ്റിനെ പറ്റിയാണ് പഠിക്കാനുള്ളത് അല്ലെ. കാസ്റ്റും പൊളിറ്റിക്സും തമ്മിലുള്ള റിലേഷൻ. Okay, caste and politics has both positive and the negative aspects. അപ്പൊ കാസ്റ്റിനെ നോക്കുന്ന സമയത്ത് പോസിറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്, നെഗറ്റീവ് ആസ്പെക്റ്റും ഉണ്ട്. Unlike gender and religion, caste division is special to India. അല്ലെ, നമുക്ക് കാസ്റ്റിന്റെ ഡിവിഷൻ ഇന്ത്യയിൽ ഭയങ്കര സ്പെഷ്യൽ ആണ്. All societies have some kind of social inequality and some form of division of labor. അപ്പം എല്ലാ സൊസൈറ്റീസിലും എന്തുണ്ട്? സോഷ്യൽ ഇൻഈക്വാലിറ്റി ഉണ്ട്, ചില ഫോം ഓഫ് ഡിവിഷൻ ഓഫ് ലേബറും ഉണ്ട്. In most societies, occupations are passed on from one generation to other. Caste system is an extreme of form of this. അല്ലെ, ചില സൊസൈറ്റീസിൽ അല്ലെങ്കിൽ മോസ്റ്റ് ഓഫ് ദ സൊസൈറ്റീസിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്യുപ്പേഷൻ എന്ത് ചെയ്യുന്നുണ്ട്? ജനറേഷൻ ആഫ്റ്റർ ജനറേഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ചിലപ്പോ അത് കാസ്റ്റിന്റെ ബേസിസിലായിരിക്കും കണ്ടിന്യൂ ചെയ്യുന്നുണ്ടാവുക. നിങ്ങൾ പണ്ടത്താണ്, ഇപ്പോഴല്ല, ഇപ്പോഴങ്ങനെയല്ല. ഇപ്പം എല്ലാ ആൾക്കാരും എല്ലാ മേഖലയിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? വരുന്നുണ്ട് അല്ലെ. ഇപ്പം ഒരാള് ഡോക്ടർ ആണെങ്കിൽ ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ അയാളുടെ കുട്ടികളും ഡോക്ടർ ആവാനായിരിക്കും പ്രിഫർ ചെയ്യുന്നുണ്ടാവുക. അല്ലെങ്കിൽ എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ എഞ്ചിനീയേഴ്സ് ആയിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഇനി കൂലിയായിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അങ്ങനെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇനി കാസ്റ്റിന്റെ ബേസിസിലാണെങ്കിലുള്ള ഡിവിഷൻ ഉണ്ടല്ലോ. ആശാരിമാരാണെങ്കിൽ, ആശാരി എന്ന് പറയുന്ന ഒരു കാസ്റ്റ് ഉണ്ട്. നിങ്ങൾക്ക് ചിലപ്പോ കാസ്റ്റ് പോലും അറിയണ്ടാവില്ല അല്ലെ. അപ്പൊ കാസ്റ്റ് ഉണ്ട്. അപ്പൊ ആശാരി എന്ന് പറയുന്ന മരത്തിന്റെ പണി ഒക്കെ ജോലിന്റെ ബേസിസിൽ പഴയ സിസ്റ്റം ആണത് അല്ലെ. പഴയൊരു സിസ്റ്റമാണ്. ജോലിന്റെ ബേസിസിൽ എന്ത് ചെയ്യും? ഓരോരുത്തരും ചെയ്യുന്ന ജോലിന്റെ ബേസിസിൽ അവരെ കാസ്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പം ആശാരി എന്ന് പറയുന്ന മരപ്പണി ഒക്കെ ചെയ്യുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ ജനറേഷൻ എന്തായിട്ട് മാറും? അവർ ആശാരിമാരായിട്ട് അവരെ മരത്തിന്റെ കൊത്തുപണികളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ജീവിക്കും അല്ലെ. വേറെയും കുറെ ആൾക്കാരുണ്ട് അല്ലെ. പിന്നെ കുറെ കാസ്റ്റുകളുണ്ട്. നിങ്ങൾ കേട്ടിട്ടും പോലും ഉണ്ടാവില്ല. ഇപ്പൊ മുക്കുവ കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവര് ഫിഷറീസ് ആയിട്ട് അല്ലെ, അവര് മത്സ്യബന്ധനവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ആൾക്കാരായിരിക്കും മുക്കുവ കാസ്റ്റ്. അങ്ങനെ കുറെ നമുക്ക് അറിയ പോലും ഇല്ല അല്ലെ. കുറെ കാസ്റ്റുകൾ ഉണ്ട്. അപ്പം അതൊക്കെ എന്ന് പറയുന്ന തൊഴിൽ വിഭജനമാണ് അല്ലെ. എന്തിന്റെ ബേസിസിലാ? ജോലി, അവർ ചെയ്യുന്ന ജോലിന്റെ ബേസിസിൽ വന്ന കാസ്റ്റുകളാണ്. പക്ഷെ അപ്പൊ എന്താന്ന്, പഴയ കാലത്ത് എന്തായിരുന്നു അതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ ഒരു കാസ്റ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാർ എന്താ ചെയ്യുക? ആ കാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ നെക്സ്റ്റ് ജനറേഷൻ ഒക്കെ അതേ ജോലി തന്നെ കണ്ടിന്യൂ ചെയ്തിട്ട് പോകും കേട്ടോ. അപ്പം മരത്തിൽ കൊത്തുപണി എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരുടെ മക്കളൊക്കെ എന്തായിട്ട് പോകും? അതേ സെയിം തന്നെ ജോലി ചെയ്തു പോകും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എങ്ങനെയാണ്? ഒരു കുട്ടി പഠിച്ചു കഴിഞ്ഞു, ആ കുട്ടി ഹയർ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് അതിന്റെ ഫീൽഡ് ഓഫ് ഇൻട്രസ്റ്റ് ആയിരിക്കും അല്ലെ. ചിലപ്പം മരത്തിന്റെ പണിയെടുക്കുന്ന ആൾക്കാർക്ക് മെഡിക്കൽ ഫീൽഡ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവര് ഡോക്ടേഴ്സ് ആവാൻ വേണ്ടി പോകും, എഞ്ചിനീയേഴ്സ് ആവാൻ വേണ്ടി പോകും അല്ലെ. ചിലപ്പം പൈലറ്റ് ആയിട്ട് പോകും. അല്ലെങ്കിൽ വേറെ എന്തൊക്കെയാണോ അവർക്ക്, ഡ്രൈവർ ആവാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവര് ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് പോകും അല്ലെ. അങ്ങനെ കുറെ ഫിലിമിലേക്കൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ ആ രീതിക്ക് പോകും. അല്ലെങ്കിൽ അപ്പം റൈറ്റിംഗ്സ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവര് ആ രീതിയിൽ പോകും. അപ്പൊ കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് ഇന്നല്ല, കുറെ ജനറേഷൻ മുമ്പ് അങ്ങനെയായിരുന്നു അല്ലെ. കാസ്റ്റ് പഴയ കാലത്തൊക്കെ ഇന്ത്യയിൽ ഉള്ള കാസ്റ്റ് സിസ്റ്റം നിങ്ങൾക്ക് അറിയാം. ചതുർവർണ്ണയായിട്ടുള്ള ബ്രാഹ്മണന്മാരും വൈശ്യര്, ശൂദ്രര്, ക്ഷത്രിയന്മാര് അങ്ങനെയൊക്കെ ആയിട്ട് പഴയൊരു ഡിവിഷൻ ഉണ്ട്. അപ്പം അങ്ങനെയാണ് കാസ്റ്റിന്റെ ബേസിസിൽ അങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ കാസ്റ്റും ജോലി വെച്ചിട്ടാണ് ഒരു കാലത്ത് കാസ്റ്റിനെ കണ്ടിരുന്നത്. അപ്പം അത് ഇന്നും കണ്ടിന്യൂ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട്. സോ അതാണ് കാസ്റ്റിനെ പറ്റി പറയാനുള്ളത്. അവരുടെ എന്ത് ചെയ്യും? ഒക്യുപ്പേഷൻസ് ആർ പാസ്ഡ് ഫ്രം വൺ ജനറേഷൻ ടു അതർ. അപ്പം കാസ്റ്റ് എന്ന് പറയുന്നത് ആ ഒരു ഒക്യുപ്പേഷന്റെ ഒരു എക്സ്ട്രീം ഫോം ആയിട്ടാണ് നമ്മൾ കാണുന്നത്. What makes it different from other societies that in this system hereditary occupational division was sanctioned by
rituals. Members of the same caste group were supposed to form a social community that practiced the same or similar occupation married within the caste group, അല്ലെ? Married within the caste group and did not eat within members from other caste groups. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, പഴയൊരു സിസ്റ്റം ആണ്. എന്ത് ഇപ്പോഴും കാസ്റ്റിൽ തന്നെയാണ് കല്യാണം കഴിക്കാന്നൊക്കെ പറയുന്നുണ്ടാവും അല്ലെ? എന്ത് ചെയ്യും, മാരേജ് ഉള്ള സമയത്ത് സെയിം റിലീജിയനും നോക്കും, സെയിം കാസ്റ്റ് ഒക്കെ ആണോ എന്നൊക്കെ നോക്കും അല്ലെ? ആ ഒരു സിസ്റ്റം പക്ഷെ ഇമ്പോർട്ടന്റ് ആണോ? ശരിക്കും പറഞ്ഞാൽ കാസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കാസ്റ്റ് എന്ന് പറയുന്നത് ജോബിന്റെ ഒരു ഡിവിഷന് വേണ്ടിയിട്ട് നമ്മൾ പറയുന്നതാണ് അല്ലെ? ഇന്ന് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ജോബിന്റെ ഒരു ഡിവിഷനാണ്. പക്ഷെ ആ സെയിം കാസ്റ്റിൽ തന്നെയായിരുന്നു കല്യാണവും കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. ആൻഡ് ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് ഉണ്ട് അല്ലെ? ഇപ്പൊ ആരും കാസ്റ്റ് ഒന്നും നോക്കുന്നില്ല. അപ്പൊ കാസ്റ്റ് നോക്കുന്നില്ല. ഇത് കണ്ടോ, മെമ്പേഴ്സ് ഫ്രം did not each with members from other caste groups. അപ്പൊ വേറെ ജോലി ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ വേറെ കാസ്റ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാരുമായിട്ട് എന്തില്ല, ഫുഡ് പോലും ഷെയർ ചെയ്ത് കഴിക്കില്ല. അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം പോലും കഴിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പം കാസ്റ്റ് എന്ന് പറയുന്നതിന്റെ ഒരു എക്സ്ട്രീം കേസ് ആണ് അല്ലെ? ഓക്കെ. കാസ്റ്റ് സിസ്റ്റം വാസ് ബേസ്ഡ് ഓൺ എക്സ്ക്ലൂഷൻ ഓഫ് ആൻഡ് ഇൻ ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ദി അവർ കാസ്റ്റ് ഗ്രൂപ്പ്സ് അല്ലെ? നമ്മുടെ ആൾക്കാർ എന്നുള്ള ഒരു സിസ്റ്റം. ദേ were subjected to the inhuman practice of untouchability. Okay, that is why political leaders and social ഇന്നത്തെ ഈ റിഫോമേഴ്സ് ഗാന്ധിജി ഒക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇതിനു വേണ്ടിയിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലെ? കാസ്റ്റ് സിസ്റ്റത്തിന് വേണ്ടിയിട്ട്, കാസ്റ്റ് സിസ്റ്റത്തിന് അഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് അല്ലെ? ഓക്കെ. And with economic development, large-scale urbanization, growth of literacy and education, occupational mobility, and the weakening of the position of landlords in the villages, the old notion of caste hierarchy are breaking down. അല്ലെ? ഞാൻ പറഞ്ഞു, ഇപ്പൊ എന്ന് പറയുന്നത് ഒക്യുപേഷണൽ മൊബിലിറ്റി അല്ലെ? ആർക്ക് വേണമെങ്കിലും ഇനഫ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, അപ്പൊ 10th കഴിഞ്ഞിട്ടുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ 10th കഴിഞ്ഞിട്ട് ടെൻത്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ഏതൊരു ഫീൽഡിലേക്കും ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ആ ഫീൽഡ് പെർസ്യൂ ചെയ്തിട്ട് പോവാം അല്ലെ? ഇനി +2 ആണ് നിങ്ങൾ പഠിക്കുന്നതിന്റെ, +2 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിക്ക് നിങ്ങൾക്ക് അതിനുള്ള സഫീഷ്യന്റ് ആയിട്ടുള്ള മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ വേണ്ടി പോകാം. അത് കാസ്റ്റുമായിട്ട് എന്ത് ചെയ്യുന്നില്ല, ഇപ്പം ഇന്റർ കണക്റ്റഡ് ആയിട്ടേ വരുന്നില്ല അല്ലെ? അപ്പൊ ഒരു കാസ്റ്റിലുള്ള ആൾക്കാര് ഈ ജോലി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളൊരു റൂൾസ് ആയിട്ട് ഇപ്പൊ പോകുന്നില്ല. കുറെ ജനറേഷൻ മുമ്പ് അതായിരുന്നു അവർ ഫോളോ ചെയ്തിരുന്നത് അല്ലെ? ഈ കാസ്റ്റിലുള്ള ആൾക്കാര് ഈ തൊഴിൽ പഠിക്കുക. അപ്പൊ തയ്യൽ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നെയ്ത്തുകാരായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും? അതന്നെ മക്കളെ പഠിപ്പിച്ചിട്ട് അതേ രീതിയിൽ തന്നെ എന്ത് ചെയ്യും? ആ ജോലി ചെയ്ത് ആ പൈസ ഉപയോഗിച്ചിട്ട് അവർ ജീവിക്കും. പക്ഷെ ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള കോഴ്സസ് പഠിച്ചിട്ട് ഇഷ്ടമുള്ള രീതിയിലാണ് ജീവിക്കുന്നത്. അപ്പം ആ ഒരു ഒക്യുപേഷണൽ മൊബിലിറ്റി കാരണം ആ കാസ്റ്റിന്റെ ഒരു ഹൈറാർക്കി ഇപ്പം ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. The Constitution of India prohibited any caste-based discrimination. അല്ലെ? അപ്പൊ റിലീജിയൻ ബേസ്ഡ് ആയിട്ടും ഡിസ്ക്രിമിനേഷൻ പാടില്ല. കാസ്റ്റിന്റെ ബേസിസിൽ എന്ത് ചെയ്യാൻ പാടില്ല? ഡിസ്ക്രിമിനേഷൻ പാടില്ല. And laid the foundations of policies to reverse the injustices of the caste system. അപ്പം കാസ്റ്റ് സിസ്റ്റത്തിന് ഉള്ള എന്തെങ്കിലും ഇൻജസ്റ്റിസസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് അഗെയിൻസ്റ്റ് ആയിട്ടും കുറെ ഫൗണ്ടേഷൻസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. Yet caste has not disappeared from the contemporary India. ഇത്രയും കാര്യങ്ങൾ വന്നു അല്ലെ? ഒക്യുപേഷണൽ മൊബിലിറ്റി ഉണ്ടായി, കാസ്റ്റിനെ പറ്റി ഒന്നും വേണ്ടാന്ന് പറഞ്ഞു, എന്നിട്ടും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ കാസ്റ്റ് എന്നുള്ള വേർഡ്. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കുന്നുണ്ടല്ലേ, കാസ്റ്റ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു എന്ന് വരെ നമ്മൾ പഠിക്കുന്നു. അപ്പൊ കാസ്റ്റ് എന്ന് പറയുന്ന വേർഡ് നമ്മൾ ഇപ്പോഴും പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ മീനിങ് എന്താ? ഇപ്പോഴും കാസ്റ്റിന്റെ എന്തൊക്കെയോ ഇഷ്യൂസ് ഉണ്ട് അല്ലെ? നമ്മുടെ രാജ്യത്ത് കാസ്റ്റിന്റെ പേരിൽ എന്തൊക്കെയോ ഇഷ്യൂസ് ഒക്കെ പലയിടത്തായിട്ട് നടക്കുന്നുണ്ട്. സോ കാസ്റ്റിന്റെ ഒരു ഇഷ്യൂ ഇപ്പോഴും ഉണ്ട്. അതാണ് പൊളിറ്റിക്സിലേക്ക് നമുക്ക് കാസ്റ്റും പൊളിറ്റിക്സും തമ്മിൽ എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. സോ ഈവൻ നൗ മോസ്റ്റ് പീപ്പിൾ മാരി വിത്തിൻ ദെയർ ഓൺ കാസ്റ്റ് അല്ലെ? ഇപ്പോഴും അവരെ സ്വന്തം കാസ്റ്റിലുള്ള ആൾക്കാരെ തന്നെ കല്യാണം കഴിക്കുക എന്നുള്ള ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അത് ഫോളോ ചെയ്യാത്ത ആൾക്കാരുമുണ്ടല്ലേ? സെയിം കാസ്റ്റിൽ തന്നെ മാരി ചെയ്യണമെന്ന് എവിടെയും ഇല്ല. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ ഒരു സംഭവമേ ഇല്ല. അപ്പൊ ഇഷ്ടമുള്ള കാസ്റ്റിൽ നിന്നും കാസ്റ്റ് എന്ന് പറയുന്നത് എന്താ? തൊഴിലിന്റെ ബേസിസിലുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ്. അപ്പം ഇഷ്ടമുള്ള സെയിം കാസ്റ്റ് തന്നെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ആൾക്കാർ നമുക്കിടയിൽ ഉണ്ട്.
untouchability has not ended completely. ഇപ്പോഴും നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതം തോന്നുന്നുണ്ടാവും അല്ലെ, ചില കാസ്റ്റിലുള്ള ആൾക്കാർ ചില കാസ്റ്റിലുള്ള ആൾക്കാരെ തൊടാൻ പാടില്ല എന്നുള്ള ഒരു സിസ്റ്റം. untouchability has not ended completely despite constitutional prohibition. Okay, അപ്പം ഇപ്പോഴും untouchability എക്സിസ്റ്റ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട്. And the caste groups that had access to education under the old system have done very well in acquiring modern education as well. Those groups that did not have access to education or were prohibited from acquiring it have naturally lagged behind. അപ്പം എഡ്യൂക്കേഷൻ ഉള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, knowledge gain ചെയ്യുന്നുണ്ട്. That is why there is a disproportionately large presence of upper caste among the urban middle classes in our country. അപ്പം ഇപ്പോഴും എന്തുണ്ട്, ഒരു അപ്പർ കാസ്റ്റും ഉണ്ട് അല്ലെ, കാസ്റ്റിന്റെ ഒരു അപ്പർ കാസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ. നമ്മൾ ചിലപ്പോൾ ചില ഫോംസ് ഒക്കെ ഫില്ല് ചെയ്യുമ്പോഴും നമ്മുടെ കാസ്റ്റ് ഒക്കെ നമ്മൾ അതിനകത്ത് എഴുതുന്നുണ്ട് അല്ലെ, ഇപ്പൊ റിലീജിയൻ എഴുതുന്നുണ്ട്, കാസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ട്. അപ്പൊ അത് ചില ഫോംസിൽ മാത്രമേ ഉള്ളൂ, ചില ഫോംസിൽ നിന്നൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു സംഭവമേ എന്ത് ചെയ്തിട്ടുണ്ട്, എടുത്തു മാറ്റിയിട്ടുണ്ട്. സോ കാസ്റ്റ് കണ്ടിന്യൂസ് ടു ബി ക്ലോസ്ലി ലിങ്ക്ഡ് ടു എക്കണോമിക് സ്റ്റാറ്റസ്. അപ്പം ഇപ്പം അങ്ങനെ ഇല്ലെങ്കിൽ പോലും കാസ്റ്റ് എന്ന് പറയുന്നത് പഴയ സമയത്ത് എന്തായിരുന്നു, ആ ഒരാളുടെ എക്കണോമിക് സ്റ്റാറ്റസ് അല്ലെ. ചില ഹയർ കാസ്റ്റസ് ഉണ്ടായിരുന്നു, ലോവർ കാസ്റ്റസ് ഉണ്ടായിരുന്നു. ഹയർ കാസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് എന്താണ്, ആ കുറച്ച് പൈസയൊക്കെ കയ്യിലുള്ള ആൾക്കാരായിരുന്നു. ലോവർ കാസ്റ്റസ് എന്ന് പറയുന്നത് അവര് ചിലപ്പം ആ ഒരു ലോവൽ ഒക്യുപ്പേഷന്റെ ബേസിസിലാണല്ലോ നമ്മൾ കാസ്റ്റ് പറയുന്നത്. അപ്പം അവരുടെ ജോലി എന്ന് പറയുന്നത് കുറച്ച് വേജ് കിട്ടുന്നതാണെന്നുണ്ടെങ്കിൽ, അവർക്ക് പൈസ കുറച്ചാ കിട്ടുന്നുണ്ടെങ്കിൽ അവര് എക്കണോമിക്കലി എന്തായിരിക്കും, താഴ്ന്നിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെ. അപ്പൊ പൈസ കുറവുള്ള ആൾക്കാരായിരിക്കും ലോവർ കാസ്റ്റിൽ ഉണ്ടാവുക. തൊഴിലിന്റെ ബേസിസിൽ ക്ലാസിഫിക്കേഷൻ വരുന്ന സമയത്ത് ഓക്കെ. ആൻഡ് സോഷ്യൽ ആൻഡ് റിലീജിയസ് ഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യ. Social and religious diversity of India. The Census of India records the religion of each and every Indian after every 10 years. അപ്പൊ നമ്മള് ഇന്ത്യയില് സെൻസസ് എടുക്കാറുണ്ട്. സെൻസസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരുടെ എന്ത് ചെയ്യാറുണ്ട്, കണക്ക് വിവരങ്ങൾ എടുക്കും. എന്നിട്ട് നമ്മൾ ഓരോ 10 വർഷം കഴിയുമ്പോഴും ആ സെൻസസ് നമ്മൾ എടുക്കുന്നത് അല്ലെ. ഓരോ 10 വർഷം കഴിയുമ്പോഴും ഇന്ത്യയിലുള്ള പോപ്പുലേഷനെ പറ്റിയിട്ട് നമ്മളൊരു കണക്കെടുക്കും. ആൻഡ് ദ പേഴ്സൺ who fills the census form visit every household അല്ലെ. ആ സെൻസസ് ഫോമും കൊണ്ട് ഇറങ്ങുന്ന ആൾ എന്ത് ചെയ്യും, എല്ലാ വീട്ടിലും കയറിയിട്ട് എന്ത് ചെയ്യും, records the religion of each member of that house അല്ലെ. അപ്പം അവരെന്ത് ചെയ്യും, എല്ലാ വീട്ടിലും കയറിയിട്ട് എല്ലാ ആൾക്കാരും റിലീജിയൻ അടക്കം എന്ത് ചെയ്യും, അവര് എഴുതിയെടുക്കും. എന്ത് റിലീജിയൻ ഉണ്ടോ ഇല്ലയോ എന്ന് വരെ അവര് എഴുതും. എക്സാക്ട്ലി ദ വേ ഈച്ച് പേഴ്സൺ ഡിസ്ക്രൈബ്ഡ്, അവരെങ്ങനെയാണോ ആ പേഴ്സൺ ആ റിലീജിയനെ പറ്റി പറയുന്നത് അതുപോലെ തന്നെ അവരെന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് വെക്കും. If someone says she has no religion or that he is an atheist, this is exactly how it is recorded. അപ്പൊ ചില ആൾക്കാർ പറയാം, എനിക്ക് റിലീജിയൻ ഇല്ല, അല്ലെങ്കിൽ ഞാനൊരു എത്തീസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് അങ്ങനെ തന്നെ അവരെന്ത് ചെയ്യും, റെക്കോർഡ് ചെയ്ത് വെക്കും. Thus, we have reliable information on the proportion of different religious communities in the country. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അവരെന്താണോ പറയുന്നത് അത് എക്സാക്ട് ആയിട്ട് അവര് റെക്കോർഡ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് കൃത്യമായിട്ട് എന്തുണ്ട്, ആ എവിഡൻസസ് ഉണ്ട് അല്ലെ. ആൻഡ് ഹൗ ഇറ്റ് ഹാസ് ചേഞ്ച്ഡ് ഓവർ ദി year. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള കണക്കുകളുണ്ട്. The pie chart below presents the population proportion of 6 major religion groups in the country. അപ്പം ഇത് ഈ പൈ ചാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു കൺട്രീന്റെ പോപ്പുലേഷൻ കാണിക്കുന്നതാണ്. നമ്മുടെ കൺട്രിയിൽ ഹിന്ദുസിനെ കണ്ടോ നിങ്ങൾ, 80.5% ആണ് ഹിന്ദുസ് ഉള്ളത്. ആൻഡ് മുസ്ലിംസ് ഉണ്ട് 13.4% മുസ്ലിംസ് ഉണ്ട് അല്ലെ. മുസ്ലിംസ് ഉണ്ട് അല്ലെ. അപ്പം ഹിന്ദുസ് ആണ് മെജോറിറ്റി പോപ്പുലേഷൻ ഉള്ളത്. 80.5% ഹിന്ദുസ് ഉണ്ട് അല്ലെ. ആൻഡ് ക്രിസ്ത്യൻസ് ഉണ്ട് 2.3% ആൻഡ് സിഖ് ഉണ്ട് 1.9%. ബാക്കിയുള്ള ആൾക്കാര് ഭയങ്കര കുറവാണ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഹിന്ദു പോപ്പുലേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഉള്ളതെന്ന് ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാർട്ട് ആണല്ലോ. ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഈ പൈ ചാർട്ടിന്റെ ഇത്രയും പോർഷൻ എന്ന് പറയുന്നത് ഈ ഒരു പൈ ചാർട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പൈ ചാർട്ടില്
ഇത്രയും പോർഷൻ 80.5% എന്ന് പറയുന്ന പോർഷൻ എന്ന് പറയുന്നത് ഹിന്ദുസ് ആണെന്നാണ് പറയുന്നത്. ആൻഡ് മുസ്ലിംസ് ഉണ്ട് 13.4%, ബാക്കി ക്രിസ്ത്യൻസ് ഉണ്ട് 2.3%, സിഖ് ഉണ്ട് 1.9%, ആൻഡ് ബുദ്ധിസ്റ്റ് ഉണ്ട് 0.8%, ജൈൻ ഉണ്ട് 0.4%. അപ്പം കാണിക്കുന്ന എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഹിന്ദുസ് കൂടുതലുണ്ട്. മേജർ ആയിട്ട് കാണിക്കുന്ന പോപ്പുലേഷന്റെ ബേസിസിലുള്ള മെജോറിറ്റിയാണ് ഞാൻ പറയുന്നത്. 80.5% ഹിന്ദുസ്, മുസ്ലിംസ് 13.4%, ക്രിസ്ത്യൻസ് 2.3%, ആൻഡ് സിഖ് 1.9%. ബാക്കി ഹിന്ദുസ് ഉണ്ട്, ബുദ്ധിസ്റ്റ് ഉണ്ട്, ജൈനസ് ഉണ്ട്. വേറെയും കാസ്റ്റുകൾ, വേറെയും റിലീജിയൻസ് ഉണ്ട്. And since independence, the total population of each group has increased substantially, but their proportion in the country's population has not changed much. അപ്പം ഇൻഡിപെൻഡൻസ് മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ പോപ്പുലേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. പക്ഷെ വലിയൊരു രീതിയിലുള്ളൊരു വ്യത്യാസമില്ല. പോപ്പുലേഷൻ എണ്ണം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. In percentage terms, the population of the Hindus, Jains and Christians has declined marginally since 1961. അപ്പം പെർസെന്റേജ് ടേംസിൽ 1961 മുതൽ ഹിന്ദുസിന്റെ എണ്ണവും ജൈൻസിന്റെ എണ്ണവും ക്രിസ്ത്യൻസ് എണ്ണമൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, കുറയുന്നുണ്ട്. The proportion of Muslims, Sikh and Buddhist proportion has increased slightly. അപ്പം മുസ്ലിംസിന്റെയും സിഖിന്റെയും ബുദ്ധിസ്റ്റിന്റെയും പ്രപ്പോർഷൻ കുറച്ച് കൂടിയിട്ടുണ്ട്. There is a common but mistaken impression that the proportion of the Muslims in the country's population is going to overtake other religious groups. അപ്പം ചില മിസ്ലീഡിംഗ് ആയിട്ട് ഈ പോപ്പുലേഷന്റെ ബേസിസിൽ പലതൊക്കെ പറയാറുണ്ട്. പക്ഷെ പോപ്പുലേഷൻ ഇങ്ങനെ കൂടുന്നുണ്ട്. Expert estimates done for the Prime Minister High-Level Committee show that the proportion of the Muslims is expected to go up a little by about 3 to 4% in the next 50 years. അപ്പം നെക്സ്റ്റ് ഒരു 50 years ആവുന്നതിന്റെ ഇടയിൽ മുസ്ലിംസിന്റെ പോപ്പുലേഷൻസ് ഇനിയും കൂടാനുള്ള ചാൻസ് ഉണ്ട്. It proves that in overall terms, the population balance of different religious groups is not likely to change in a big way. The same is true of the major caste groups. അപ്പം പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യില്ല, വലിയ രീതിയിൽ എന്ത് ചെയ്യില്ല, എഫക്ട് ചെയ്യില്ല. And the census of India counts two social groups, the scheduled caste and the scheduled tribes. അപ്പം ഇന്ത്യന്റെ സെൻസസിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ള, ഷെഡ്യൂൾഡ് കാസ്റ്റും ഉണ്ട്, ഷെഡ്യൂൾഡ് ട്രൈബ്സും ഉണ്ട്. അപ്പം സെൻസസ് ഓഫ് ഇന്ത്യ രണ്ടായിട്ടാണ് പറയുന്നത്, ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സും ഉണ്ട്. ആൻഡ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് കോമൺലി നോൺ ആസ് ദളിറ്റ്സ്. അപ്പൊ നമ്മള് ഷെഡ്യൂൾഡ് കാസ്റ്റിലുള്ള ആൾക്കാരെ നമ്മള് ദളിറ്റ്സ് എന്നാ വിളിക്കുന്ന, ദളിതരായിട്ടുള്ള ആൾക്കാര്. ആൻഡ് ഇതൊക്കെ കാസ്റ്റിന്റെ ബേസ് ആണ്, ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബ്സും. ഷെഡ്യൂൾഡ് കാസ്റ്റ് കോമൺലി നോൺ ആസ് ദളിറ്റ്സ് include those that were previously regarded as outcasts in the Hindu special order, Hindu social order, and were subjected to exclusion and untouchability. അപ്പം ഈ ഔട്ട്കാസ്റ്റ് ആയിട്ട് കണ്ടിരുന്ന ആൾക്കാരായിരുന്നു ഈ ഷെഡ്യൂൾഡ് കാസ്റ്റിന് ഹിന്ദുസില്. ആൻഡ് അവരെന്തായിരുന്നു, അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്നു, അവര് എക്സ്ക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയും ആയിരുന്നു പണ്ട്. ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റ്, രണ്ടാമത്തത് ഷെഡ്യൂൾഡ് ട്രൈബ്സ്. The scheduled tribes, often referred to as Adivasis, include those communities that led a secluded life, usually in hills and forests. അപ്പം ഹിൽസിലും ഫോറസ്റ്റിലും ഹില്ലി ഏരിയാസിലൊക്കെ ജീവിച്ചിരുന്ന ആൾക്കാരെയാണ് നമ്മള് ട്രൈബൽ ഏരിയാസ് അല്ലെ, ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഡിഡ് നോട്ട് ഇന്ററാക്ട് മച്ച് വിത്ത് ദി റെസ്റ്റ് ഓഫ് ദി സൊസൈറ്റി. അപ്പം കുറെ ആൾക്കാര് ഹില്ലിലും ഫോറസ്റ്റിലൊക്കെ ലിവ് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ ഹില്ലിലും ഫോറസ്റ്റിലും കൂടുതലായിട്ടും ആൾക്കാരുണ്ടാവില്ല. അപ്പം അവർക്ക് അവരുടെ ഇടയിൽ ഇന്ററാക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. പുറത്തേക്ക് ഹില്ലിന്റെ പുറത്തും മൗണ്ടൈന്റെ പുറത്ത് ജീവിക്കുന്ന ആൾക്കാരുമായിട്ട് അവർക്ക് വലിയൊരു ഇന്ററാക്ഷൻ ഉണ്ടാവില്ല. അവരെയാണ് നമ്മൾ ഷെഡ്യൂൾഡ് ട്രൈബ്സിൽ പെടുത്തിയിട്ടുള്ളത്. ഓക്കെ. And in 2001, scheduled castes were 16.2%. 16.2%, and the scheduled tribes were 8.2% of the country's population. അപ്പം ഒരു കൺട്രിയില് 100 ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ 16.2% ആൾക്കാരാരാ, ഷെഡ്യൂൾഡ് കാസ്റ്റ് അല്ലെ. ആൻഡ് SC അല്ലെ, ഷെഡ്യൂൾഡ് കാസ്റ്റും ST.
ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്ന 8.2% എന്ന് പറയുന്നത് കൺട്രീസ് പോപ്പുലേഷൻ. The SC, ST and the OBC together account for about 2/3 of the country's population. അപ്പം SC, ST, OBC അപ്പം അവര് മൂന്നുപേരും ചേർന്നിട്ട് 2/3 of the country's population ആയി അല്ലെ. അപ്പം 2/3 എന്ന് പറയുന്നത് SC ഉണ്ട്, ST ഉണ്ട് ആൻഡ് OBC. ഇത്രയും ആൾക്കാർ ചേരുന്ന സമയത്ത് 2/3 of the population ആയി അല്ലെ. ആൻഡ് അബൌട്ട് 3/4 of the ഹിന്ദു പോപ്പുലേഷൻ. ഇത് കൺട്രി പോപ്പുലേഷൻ ആണ്. ഇനി ഹിന്ദുസിനെ എടുത്തു നോക്കുന്ന സമയത്ത് ഹിന്ദുക്കളുടെ 3/4 ഭാഗം ആരാണ്? SC, ST ആൻഡ് OBC കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ആൻഡ് അപ്പൊ നമ്മൾ കാസ്റ്റിനെ പറ്റി സംസാരിച്ചു, കാസ്റ്റിന്റെ ഡിവിഷൻ പറഞ്ഞു. ഇനി കാസ്റ്റ് എങ്ങനെയാണ് പൊളിറ്റിക്സിൽ അല്ലെ? കാസ്റ്റ് ഇൻ പൊളിറ്റിക്സ്. കാസ്റ്റ് ഇൻ പൊളിറ്റിക്സ് ആസ് ഇൻ ദ കേസ് ഓഫ് കമ്മ്യൂണലിസം അല്ലെ, റിലീജിയൻ പൊളിറ്റിക്സിൽ വരുന്നതാണ് എന്ത്? കമ്മ്യൂണലിസം എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ കമ്മ്യൂണലിസത്തിനെ പോലെ തന്നെ കാസ്റ്റ് ഈസ് മിസ്റൂട്ടഡ് ഇൻ ദ ബിലീഫ് ദാറ്റ് കാസ്റ്റ് ഈസ് ദി സോൾ ബേസിസ് ഓഫ് സോഷ്യൽ കമ്മ്യൂണിറ്റി. അപ്പം ഇതൊരു മിസ്ബിലീഫ് ആണ്. എന്ത്? കാസ്റ്റ് ആണ് സോഷ്യൽ കമ്മ്യൂണിറ്റിയുടെ ബേസിസ് എന്ന് പറയുന്ന കാര്യം. And according to this way of thinking, people belonging to the same caste belong to a natural social community and have the same interest. അപ്പം സെയിം കാസ്റ്റ്, സെയിം റിലീജിയനിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് സെയിം ഇൻട്രസ്റ്റ് എന്ന് പറയുന്നില്ലേ, അതുപോലെ സെയിം കാസ്റ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് സെയിം ഇൻട്രസ്റ്റ് which they do not share with any from another caste. അപ്പം അവര് സെയിം കാസ്റ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാർക്ക് സെയിം ഇൻട്രസ്റ്റ് അല്ലെ, അവരത് വേറെ കാസ്റ്റുമായിട്ടൊന്നും എന്ത് ചെയ്യില്ല, അവരുടെ ഇൻട്രസ്റ്റ് ഷെയർ ചെയ്യുന്നില്ല എന്നാ പറയുന്നത്. കാസ്റ്റ് ക്യാൻ ടേക്ക് വേരിയസ് ഫോംസ് ഇൻ പൊളിറ്റിക്സ്. അപ്പൊ പൊളിറ്റിക്സില് കാസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് എന്താണ്? പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് കാൻഡിഡേറ്റ്സ് ഇൻ ഇലക്ഷൻസ് make appeals to caste sentiment to master support. അപ്പൊ സപ്പോർട്ട് കിട്ടാൻ വേണ്ടിയിട്ട് പൊളിറ്റിക്കൽ പാർട്ടീസും കാൻഡിഡേറ്റ്സും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? കാസ്റ്റ് ഇൻവോൾവ് ചെയ്യാറുണ്ട്. നേരത്തെ നമ്മള് റിലീജിയൻ കമ്മ്യൂണിറ്റി പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ചിലപ്പോൾ കാസ്റ്റും എന്ത് ചെയ്യാറുണ്ട്? വരാറുണ്ട്. സം പൊളിറ്റിക്കൽ പാർട്ടീസ് ആർ നോൺ ടു ഫേവർ സം കാസ്റ്റ്. അപ്പൊ ചില പാർട്ടീസ് എന്ത് ചെയ്യും? ചില കാസ്റ്റിനെ പ്രൊമോട്ട് ചെയ്യും. ആൻഡ് ആർ സീൻ ആസ് ദെയർ റെപ്രസെന്റേറ്റീവ്സ്. അപ്പം അവർ ആ കാസ്റ്റിലുള്ള ആൾ എന്ത് ചെയ്യും? റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് വെക്കും. യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് വൺ പേഴ്സൺ വൺ വോട്ട് കമ്പൽ ദ പൊളിറ്റിക്കൽ ലീഡേഴ്സ് ടു ഗിയർ അപ്പ് ടു ദി ടാസ്ക് ഓഫ് മൊബിലൈസിങ് ആൻഡ് സെക്യൂറിംഗ് പൊളിറ്റിക്കൽ സപ്പോർട്ട്. അപ്പൊ അവർക്ക് വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? ചില കാസ്റ്റിന് എന്ത് ചെയ്യും? ഫേവർ ചെയ്യും. അവര് അങ്ങനത്തെ കാസ്റ്റിലുള്ള ആൾക്കാരെ അതിൽ എന്ത് ചെയ്യും? റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് എടുക്കും. The focus on caste in politics can sometimes give an impression that elections are all about caste and nothing else. This is far from true. അപ്പൊ നമ്മൾ വിചാരിക്കും ഇലക്ഷൻ എന്ന് പറയുന്നത് കാസ്റ്റ് ബേസ്ഡ് ആയിട്ടുള്ളതാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. കാസ്റ്റിന്റെ ബേസിസിലല്ല നമ്മൾ ഇലക്ഷൻ വെക്കുന്നത് അല്ലെ. കാസ്റ്റിന്റെ ബേസിസിലല്ല നമ്മൾ ഇലക്ഷൻ വെക്കുന്നത്. No parliamentary constituency in the country has a clear majority of one single caste. അല്ലെ, നമ്മളെ കൺട്രിയിൽ ഒരു കാസ്റ്റിൽ വിശ്വസിക്കുന്ന ആളാണ് ആ ഒരു മെജോറിറ്റി എന്ന് പറയുന്നുണ്ടോ? ഇല്ല. നമ്മുടെ കൺട്രിയില് കാസ്റ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാരെ വെച്ചിട്ടല്ല നമ്മൾ ഇലക്ഷന് നിൽക്കുന്നത് അല്ലെ. And so every candidate and party needs to win the confidence of more than one caste and community to win election. അപ്പം മോർ ദാൻ വൺ കാസ്റ്റ് അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിന്റെ ഒരു വോട്ട് കിട്ടിയാൽ മാത്രമേ നമ്മൾ അവിടെ പാർട്ടിയിൽ ജയിക്കുള്ളൂ. അല്ലാതെ ഒരു സിംഗിൾ കാസ്റ്റിന് എന്ത് ചെയ്തുകൊണ്ട് കാര്യമില്ല അവർക്ക്. അപ്പൊ പൊളിറ്റിക്സിൽ അതിന് വലിയ റോൾ ഇല്ല. ഓക്കെ. പക്ഷെ ആൾക്കാർ വിചാരിക്കുന്നത് ചിലപ്പോൾ കാസ്റ്റ് ബേസിസിലായിരിക്കും. നമുക്ക് കാസ്റ്റിന്റെ ബേസിസിൽ ഇലക്ഷനിൽ എന്നിട്ട് നമുക്ക് ജയിക്കാൻ വേണ്ടി പറ്റുമെന്ന് വിചാരിക്കും. No party wins the votes of all the voters of a caste. അല്ലെ, ഇപ്പം ഒരു കാസ്റ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരാൾ ഇലക്ഷൻ നിൽക്കാന്ന് വിചാരിച്ചോ, അപ്പം ആ കാസ്റ്റിൽ വിശ്വസിക്കുന്ന എല്ലാ ആൾക്കാരും അയാൾക്ക് വേണ്ടിയിട്ട് വോട്ട് ചെയ്യോ? നിങ്ങൾ ആലോചിച്ച് നോക്കുവോ? നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാസ്റ്റ്, ആ കാസ്റ്റില് അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാസ്റ്റില് വിശ്വസിക്കുന്ന ഒരു കാറ്റഗറി, ആ കാസ്റ്റിൽ തന്നെ ചിലപ്പം ഒന്നിൽ കൂടുതൽ ആൾക്കാർ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും അല്ലെ. ആ കാസ്റ്റിൽ തന്നെ ഒന്നിൽ കൂടുതൽ റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടാവും. അപ്പം എല്ലാ ആൾക്കാർക്കും വേണ്ടി വോട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സോ അപ്പം ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കാസ്റ്റിലെ എല്ലാ ആൾക്കാരും വോട്ട് ചെയ്യില്ല.
ഒരേ കാസ്റ്റിൽ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, അവർക്ക് എല്ലാവർക്കും വോട്ട് കൊടുക്കാനും പറ്റില്ല. അപ്പൊ കാസ്റ്റിന്റെ ബേസിസിലല്ല ഇലക്ഷന്റെ ഫോർമാലിറ്റീസ് വരുന്നത്. ഓക്കെ, സോ no party wins the votes of all the voters of a caste or community. When people say that a caste is a vote bank, ആൾക്കാര് പറയാ കാസ്റ്റ് എന്ന് പറയുന്നത് എന്താ, വോട്ടിന്റെ ഒരു ബാങ്ക് ആണ് അല്ലെ, വോട്ട് ബാങ്ക് ഓഫ് വൺ പാർട്ടി. ഇറ്റ് യൂഷ്വലി മീൻസ് ദാറ്റ് എ ലാർജ് പ്രൊപ്പോർഷൻ ഓഫ് ദ വോട്ടേഴ്സ് ഫ്രം ദാറ്റ് കാസ്റ്റ് വോട്ട് ഫോർ ദാറ്റ് പാർട്ടി. അപ്പം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അതിന്റെ മീനിങ് എന്താ, ഒരു കാസ്റ്റിൽ വിശ്വസിക്കുന്ന കുറെ ആൾക്കാര് അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എന്ന് പറയുന്നത് വോട്ട് ബാങ്ക് എന്ന് പറയുന്നത്. അപ്പം ഒരു പാർട്ടിയിൽ തന്നെ ഒരു കാസ്റ്റിനെ റെപ്രസെന്റ് ചെയ്തിട്ട് ഒരാള് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാസ്റ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാരില് മെജോറിറ്റി അയാൾക്ക് വോട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുക വോട്ട് ബാങ്ക് എന്നാണ് പറയുക. And many political parties may put up candidates from the same caste. ഒരു കാസ്റ്റ് തന്നെയുള്ള സെയിം ആൾക്കാർ എന്ത് ചെയ്യും, പാർട്ടിയിൽ ഇലക്ഷന് വേണ്ടിയിട്ട് വെക്കും. If that caste is believed to dominate the electorate in a particular constituency. അപ്പം ആ കാസ്റ്റിന്റെ മെജോറിറ്റി അല്ലെ, ആ കാസ്റ്റ് ഇലക്ഷൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് വോട്ടാണ് അല്ലെ, വോട്ട് കിട്ടണം. അപ്പം ഒരേ കാസ്റ്റിൽ വിശ്വസിക്കുന്ന കുറെ ആൾക്കാരെ വോട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ ഒരു മെജോറിറ്റി മേജർ കാസ്റ്റിലുള്ള ആൾക്കാരെന്ത് ചെയ്യും, ഇലക്ഷന് റെപ്രസെന്റേറ്റീവ്സ് ആയിട്ട് വെക്കും. And some voters have more than one candidate from their caste, while many voters have no candidates from their caste. ചില ആൾക്കാർക്ക് എന്തില്ല, അവരെ കാസ്റ്റിലുള്ള കാൻഡിഡേറ്റ് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ചില ആൾക്കാർക്ക് അവരുടെ കാസ്റ്റിലുള്ള, ഇപ്പം ഏറ്റവും കുറവ് കാസ്റ്റ് ഉള്ള ഒരു ആള്, കാസ്റ്റ് നമ്പർ ഓഫ് മെമ്പേഴ്സ് ഉള്ള, കുറവുള്ള മെമ്പേഴ്സ് ഉള്ള ഒരു കാസ്റ്റിലുള്ള ആള് ആർക്ക് വേണ്ടി വോട്ട് ചെയ്യും അല്ലെ. അപ്പൊ കാസ്റ്റിന്റെ ബേസിസിലാണ് വോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഒരു കാസ്റ്റ്, ഒരു പെർട്ടിക്കുലർ കാസ്റ്റില് 10 ആൾക്കാരെ ഉള്ളൂ എന്ന് വിചാരിച്ചോ, ആകെ 10 ആൾക്കാരെ ഉള്ളൂ എന്ന് വിചാരിച്ചോ, അപ്പം അവരെ കാസ്റ്റിനെ റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഒരു ഇലക്ഷൻ ഒരു കാൻഡിഡേറ്റ് ഉണ്ടാവുമോ, ഇല്ല. അപ്പൊ അവരെന്ത് ചെയ്യും, വോട്ട് വേറെ ആൾക്ക് കൊടുക്കും. അപ്പം കാസ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ക്രൈറ്റീരിയ ആക്കി വെക്കാൻ വേണ്ടി പറ്റില്ല. The ruling party and the sitting MP or MLA frequently lose elections in our country that could not have happened if all caste and communities were frozen in their political preferences. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാർട്ടി MLA MP ഒക്കെ കാസ്റ്റിന്റെ ഇൻഫ്ലുവൻസ് ആണ് നമ്മൾ ഇവിടെയൊക്കെ പറയുന്നത് കേട്ടോ, കാസ്റ്റിന്റെ ഇൻഫ്ലുവൻസ്. അപ്പം the voters have strong attachment to political parties which is often stronger than their attachment to their caste or community. അപ്പം വോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് അവര് ചിലപ്പോ കാസ്റ്റിന്റെയും കമ്മ്യൂണിറ്റിന്റെയും ബേസിസിലായിരിക്കില്ല വോട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ, അവർ വിശ്വസിക്കുന്ന ഒരു പാർട്ടി ഉണ്ടാവും. അപ്പൊ അവർ വിശ്വസിക്കുന്നത് ചിലപ്പം പാർട്ടി ബേസ്ഡ് ആയിരിക്കും. അവർ ചിലപ്പോൾ LDF UDF BJP അങ്ങനെ വിശ്വസിക്കുന്നതായിരിക്കും. അല്ലാതെ അവര് ഒരു പെർട്ടിക്കുലർ റിലീജിയൻ അല്ലെങ്കിൽ പെർട്ടിക്കുലർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ പെർട്ടിക്കുലർ കാസ്റ്റിനെ ബേസ് ആയിട്ട് എഴുതില്ല. അങ്ങനെയല്ലല്ലോ നമ്മൾ പാർട്ടീസ് വരുന്നത്. സോ പീപ്പിൾ വിത്ത് ദ സെയിം കാസ്റ്റ് ഓർ കമ്മ്യൂണിറ്റി ഹാവ് ഡിഫറെന്റ് ഇൻട്രസ്റ്റ് അല്ലെ. സെയിം കാസ്റ്റിലോ കമ്മ്യൂണിറ്റിയിലോ ആൾക്കാർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ദെയർ എക്കണോമിക് കണ്ടീഷൻ, അവരുടെ എക്കണോമിക് കണ്ടീഷൻ അനുസരിച്ചിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് ആയിരിക്കും. റിച്ച് ആൻഡ് പുവർ ഓർ മെൻ ആൻഡ് വിമൻ ഫ്രം ദ സെയിം കാസ്റ്റ് ഓഫൺ വോട്ട് വെരി ഡിഫറെന്റ്ലി. അപ്പം റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം വോട്ട് ചെയ്യണമെന്നുണ്ടോ, അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം വോട്ട് ചെയ്യണമെന്നുണ്ടോ, അല്ലെങ്കിൽ മെൻ ആണെങ്കിലും മെന്നിന് മാത്രമേ ഞാൻ വോട്ട് ചെയ്യുള്ളൂ, വിമൻ ആണെന്നുണ്ടെങ്കിലും വിമൻ കാൻഡിഡേറ്റിന് മാത്രമേ ഞാൻ വോട്ട് ചെയ്യുള്ളൂ. അങ്ങനെ നമുക്ക് ഭയങ്കര ഡിഫറെന്റ് ആയിട്ടായിരിക്കും അവര് വോട്ട് ചെയ്യുന്നുണ്ടാവും അല്ലെ. അപ്പൊ നമ്മള് ഓരോ ആൾക്കാരും വോട്ട് ചെയ്യാൻ എടുക്കുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ. അപ്പൊ ചില ആൾക്കാര് എന്തെങ്കിലും ബേസിസിലൊക്കെ കൊടുക്കും, ചില ആൾക്കാര് പാർട്ടി നോക്കിയിട്ട് വോട്ട് ചെയ്യും, ചില ആൾക്കാര് റെപ്രസെന്റേറ്റീവ്സിനെ നോക്കിയിട്ട് വോട്ട് ചെയ്യും അല്ലെ. അങ്ങനെയൊക്കെ ഓരോ ആൾക്കാരും ഓരോ കാറ്റഗറി അല്ലെ ഓരോ ക്രൈറ്റീരിയ വെച്ചിട്ടാണ് അവര് വോട്ട് ചെയ്യുന്നുണ്ടാവുക. അപ്പം പീപ്പിൾസ് അസസ്മെന്റ് ഓഫ് the performance of the government and the popularity rating of the leaders matter and are often decisive in elections അല്ലെ. അപ്പം ആ ആളുടെ പെർഫോമൻസ് അല്ലെങ്കിൽ ആ പാർട്ടി, അപ്പൊ ഓരോ ആൾക്കാർ എന്താണ് ഡിഫറെന്റ് ക്രൈറ്റീരിയ വെച്ചിട്ടായിരിക്കും അവരുടെ വോട്ട്
കൊടുക്കുന്നുണ്ടാവുക. അപ്പം എല്ലാ ആൾക്കാർക്കും ചിലപ്പോൾ റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കേ ഞാൻ വോട്ട് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ പുവർ ആയിട്ടുള്ള ആൾക്കാർക്കേ ഞാൻ വോട്ട് കൊടുക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മെയിൽസിന് മാത്രമേ ഞാൻ വോട്ട് ചെയ്യുള്ളൂ, ഫീമെയിൽസിന് മാത്രമേ ഞാൻ വോട്ട് ചെയ്യുള്ളൂ. അല്ല, ആ ഒരു കാൻഡിഡേറ്റ് നിന്ന് കഴിഞ്ഞാൽ അയാൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാഷണൽ കുറെ ഡെവലപ്മെന്റ് ഉണ്ടാവും എന്ന് കൺസിഡർ ചെയ്തിട്ട് ഞാൻ ഇയാൾക്കാണ് വോട്ട് ചെയ്യുന്നത്. അപ്പം ആൾക്കാര് ക്രൈറ്റീരിയ എന്താണ്? ഡിഫറെന്റ് ആണ് അല്ലെ. ആൻഡ് കാസ്റ്റ് ഇൻഈക്വാലിറ്റി ടുഡേ. ഇന്നത്തെ കാസ്റ്റിന്റെ ഇൻഈക്വാലിറ്റി, കാസ്റ്റ് ഇൻഈക്വാലിറ്റി ടുഡേ. അപ്പം കാസ്റ്റിനെ പറ്റി നമ്മൾ പറഞ്ഞു, എന്താ പറഞ്ഞത്? ഇലക്ഷൻ അതൊരു എന്താണ്, കാസ്റ്റ് ബേസിസിലായിട്ട് ഇലക്ഷൻ കാൻഡിഡേറ്റ്സിനെ വെക്കാറുണ്ട്. ചിലപ്പോൾ വോട്ട് കിട്ടാറുണ്ട്, മെജോറിറ്റി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കും, അല്ലെങ്കിൽ ഒരു കാസ്റ്റിൽ തന്നെ കുറെ പാർട്ടിസിപ്പൻസ് വരും, അപ്പം വോട്ടൊക്കെ ഷെയർ ചെയ്ത് പോവും അല്ലെ. അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് പൊളിറ്റിക്സിൽ അല്ലെ. കാസ്റ്റിനെ ബേസിസ് ആക്കിക്കൊണ്ട് കുറെ കാര്യങ്ങള് പൊളിറ്റിക്സിലുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് കാസ്റ്റ് ഇൻഈക്വാലിറ്റി ടുഡേ. ഇന്നത്തെ കാസ്റ്റിലുള്ള ഇൻഈക്വാലിറ്റി. എന്തൊക്കെ ഇൻഈക്വാലിറ്റീസ് ഉണ്ടടാ കാസ്റ്റില്? എന്തെങ്കിലും ഇൻഈക്വാലിറ്റി ഉണ്ടോ കാസ്റ്റില്? കാസ്റ്റിൽ എന്തെങ്കിലും ഇൻഈക്വാലിറ്റി ഉണ്ടോ? കാസ്റ്റ് ഇസ് എൻ ഇമ്പോർട്ടന്റ് സോഴ്സ് ഓഫ് എക്കണോമിക് ഇൻഈക്വാലിറ്റി. കാസ്റ്റ് എന്ന് പറയുന്നത് എക്കണോമിക്കിന്റെ ഇൻഈക്വാലിറ്റിയുടെ ഒരു ഇമ്പോർട്ടന്റ് സോഴ്സ് ആണ്. എന്തുകൊണ്ടാ കാസ്റ്റിന് എക്കണോമിക് ഇൻഈക്വാലിറ്റിന്റെ ഇമ്പോർട്ടൻസ്? ഞാൻ പറഞ്ഞു കാസ്റ്റ് സിസ്റ്റം വന്നത് എന്താണ്? അവര് ചെയ്യുന്ന ജോലിന്റെ ബേസിസിലാണ് അല്ലെ. ജോബ് ബേസ്ഡ് ആയിട്ടായിരുന്നു എന്ത് വന്നത്? കാസ്റ്റ് സിസ്റ്റം വന്നത്. ബിക്കോസ് ഇറ്റ് റെഗുലേറ്റ്സ് ആക്സസ് ടു റിസോഴ്സസ് ഓഫ് വേരിയസ് കൈൻഡ്സ്. ഫോർ എക്സാമ്പിൾ, ഇൻ ദ പാസ്റ്റ് ദ സോ കോൾഡ് അൺടച്ചബിൾ കാസ്റ്റ് വെർ ഡിനൈഡ് ദ റൈറ്റ് ടു ഓൺ ലാൻഡ് അല്ലെ. ഒരു സമയത്ത് ഈ അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്ന കാലത്തിലെ ഈ അൺടച്ചബിൾ ആയിട്ടുള്ള കാസ്റ്റുകൾ ഉണ്ടായിരുന്നു, കുറെ കാസ്റ്റുകൾ ഉണ്ടായിരുന്നു. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ലാൻഡ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അവർക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഓൺ ചെയ്യാൻ വേണ്ടി പറ്റില്ലായിരുന്നു. അൺടച്ചബിൾ ആയിട്ടുള്ള കാസ്റ്റസിന് എന്ത് ചെയ്യാൻ പറ്റില്ലായിരുന്നു? അവർക്ക് ലാൻഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരാളുടെ എക്കണോമി കാണിക്കുന്നതാണ് അല്ലെ. എനിക്ക് കുറെ ലാൻഡ് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അയാൾക്ക് കുറെ പൈസ ഉള്ളതുകൊണ്ടായിരിക്കില്ല അയാൾ കുറെ ലാൻഡ് വാങ്ങിച്ചിട്ടുണ്ടാവുക. അപ്പം ലാൻഡ് എന്ന് പറയുന്നത് ഒരാളുടെ എക്കണോമി കാണിക്കുന്ന സംഭവമാണ്. സോ അൺടച്ചബിലിറ്റി ഉണ്ടായിരുന്ന സമയത്ത് അവർക്ക് ലാൻഡ് വാങ്ങിക്കാനുള്ള ഓൺ ചെയ്യാനുള്ള ഒരു റൈറ്റ് ഉണ്ടായിരുന്നില്ല. While only the so-called twice-born Twijanmar, okay, while the so-called twice-born caste had the right to education developed. അപ്പം അവർക്കായിരുന്നു എഡ്യൂക്കേഷൻ ഉള്ള ആവശ്യങ്ങളൊക്കെ. ഈ എന്താ പറഞ്ഞ ട്വൈസ് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാതിയിൽ ഉയർന്നിട്ടുള്ള ആൾക്കാരാണ് ദ്വിജന്മാരെന്നാ പറയാ. 2 ജന്മമുള്ള ആൾക്കാർ അല്ലെ, അങ്ങനെയാണത് പറയാ അല്ലെ. അപ്പൊ അവർക്കാണ് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നത്? ലാൻഡൊക്കെ ഓൺ ചെയ്യായിരുന്നു, അവർക്കായിരുന്നു അവരുടെ ഇഷ്ടത്തിന്. അപ്പൊ അവിടെ ഒരു എന്ത് വന്നു? ഇംബാലൻസ് വന്നില്ലേ കാസ്റ്റിന്റെ ബേസിസിൽ? ഒരാൾക്ക് ഭൂമി ഓൺ ചെയ്യാൻ പറ്റുമായിരുന്നു, അവർക്ക് എഡ്യൂക്കേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല, അൺടച്ചബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. വേറൊരാൾക്ക് ഭൂമിയൊക്കെ ഓൺ ചെയ്യാം അല്ലെ, നല്ല എഡ്യൂക്കേഷൻ ഒക്കെ ഉണ്ട്, അവർക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആൾക്കാര്. അപ്പം അവിടെ ഒരു ഇൻഈക്വാലിറ്റി വന്നില്ലേ കാസ്റ്റിന്റെ ബേസിസിൽ? കാസ്റ്റിന്റെ ബേസിസിൽ ഇൻഈക്വാലിറ്റി വന്നില്ലേ? ഓക്കെ, the relationship between the caste and economic status has certainly changed a lot അല്ലെ. ഒരാളുടെ കാസ്റ്റും എക്കണോമിയും, അപ്പം ഒരാളുടെ എക്കണോമി ഇന്നത്തെ കാലത്ത് ഒരാളുടെ എക്കണോമി ഡിസൈഡ് ചെയ്യുന്നത് അയാളുടെ കാസ്റ്റ് ആണോ? ഒരാളുടെ എക്കണോമി ഡിസൈഡ് ചെയ്യുന്നത് അയാളുടെ കാസ്റ്റ് ആണോ? അല്ല അല്ലെ. ഒരാള് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്, നന്നായിട്ട് അധ്വാനിക്കുന്നുണ്ട്, നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അയാളുടെ എക്കണോമി കൂടും അല്ലെ. അയാൾക്ക് കൂടുതൽ വേജസ് കിട്ടും, അല്ലെങ്കിൽ അയാൾ ബിസിനസ് നടത്തുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ലാഭം കൂടുതലായിരിക്കും. അത് കാസ്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ അവർക്ക് പൈസ കിട്ടുന്നത് കൂടുതൽ? അല്ല. എന്തുകൊണ്ടാണ്? അവർ കാസ്റ്റ് ബേസ്ഡ് അല്ലല്ലേ, അവര് ചെയ്യുന്ന ജോലി ബേസ്ഡ് ആണെന്ത് അവർക്ക്. പണ്ടത്തെ സമയത്ത് കുറഞ്ഞ പൈസക്ക് കുറഞ്ഞ ജോലികൾ ചെയ്യുന്നതും കൂടി ഉയർന്ന ഓഫീസസിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എന്താണ്? അവര് കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് താഴെ പണി ചെയ്യുന്ന ആൾക്കാരൊക്കെ കുറഞ്ഞ വേജ് ആയിരുന്നു. ഇപ്പം എല്ലാം എന്താണ്? എല്ലാ കാറ്റഗറി എന്താണ്? സ്റ്റാൻഡർഡൈസ്ഡ് ആണ് അല്ലെ. എല്ലാ ജോലിക്കും എന്തുണ്ട്? അതിൻ്റെതായ ഡിഗ്നിറ്റി കൊടുത്ത്, അതിൻ്റെതായിട്ടുള്ള വേജ് കൊടുത്ത്, അതിൻ്റെതായിട്ടുള്ള പ്രതിഫലം കൊടുത്തിട്ട് അല്ലെ, വേണ്ട സാലറി ഒക്കെ കൊടുത്തിട്ടാണ് ഓരോ ആൾക്കാരും ജോലി ചെയ്യുന്നത്. അപ്പൊ എന്താണ്? കാസ്റ്റിന്റെ ബേസിസിൽ അവരുടെ എക്കണോമിക് സ്റ്റാറ്റസുമായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പം കുറെ വ്യത്യാസം ഉണ്ട്.
Today, it is possible to find very rich and very poor people in every caste. അല്ലെ, ഇപ്പം ഏതൊരു കാസ്റ്റ് എന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ചില കാസ്റ്റ് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഭയങ്കര പുവർ ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് സെയിം കാസ്റ്റിൽ കാണാൻ പറ്റും. എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്? അവര് ചെയ്യുന്ന വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്, അല്ലെ, അവർക്ക് കിട്ടുന്ന ഇൻകത്തിനെ ബേസ് ചെയ്തിട്ട്, കാസ്റ്റ് ബേസ്ഡ് അല്ല, അവർക്ക് കിട്ടുന്ന ഇൻകത്തിനെ ബേസ് ചെയ്തിട്ട് ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, ഭയങ്കര പുവർ ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്. വെദർ ലോ ഓർ ഹൈ, അല്ലെ. അപ്പൊ അവർ ഉയർന്ന കാസ്റ്റ് ആണെങ്കിലും താഴ്ന്ന കാസ്റ്റ് ആണെന്നുണ്ടെങ്കിലും അവരുടെ എക്കണോമിയിൽ ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരുമുണ്ട്, പുവർ ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. This was not true even 20 or 30 years ago, അല്ലെ. ഒരു 20-30 years ago പോലും നമുക്ക് ഇങ്ങനെ പറയാൻ വേണ്ടി പറ്റില്ലായിരുന്നു. It was very rare indeed to find rich people among the lowest caste, അല്ലെ. എന്തായിരുന്നു? ഏറ്റവും ലോവസ്റ്റ് ആയിട്ട് വിശ്വസിക്കുന്ന കാസ്റ്റുകളില് റിച്ച് ആയിട്ടുള്ള ആൾക്കാര് ഉണ്ടായിട്ടേ ഇല്ല. ഓക്കെ, അവരെപ്പോഴും എന്തായിരുന്നു? പുവർ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഏറ്റവും ലോവസ്റ്റ് കാസ്റ്റിൽ വിശ്വസിക്കുന്ന ആൾക്കാര് പുവർ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരിൽ നമുക്ക് റിച്ച് പീപ്പിളിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടേ പറ്റില്ലായിരുന്നു. ഓക്കെ, however, caste continues to be very strongly linked to economic status in many important ways. അപ്പം അവരുടെ എക്കണോമിക് സ്റ്റാറ്റസിൽ ഇപ്പോഴും കാസ്റ്റ്, പക്ഷെ കുറെ കൺസെഷൻസ് ഒക്കെ കിട്ടുന്നുണ്ട്, അല്ലെ. ഇപ്പം എക്കണോമിക് ആയിട്ട് പൈസ കുറഞ്ഞ് കാസ്റ്റ്, ഇപ്പം ഹയർ കാസ്റ്റ് ആണെങ്കിൽ പോലും അവര് പൈസപരമായിട്ട് എക്കണോമിക്കലി അവർ ബാക്ക്വേർഡ് ആണെന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് ഫണ്ട് ഒക്കെ കൊടുക്കുന്നുണ്ട്, അല്ലെ. അവർക്ക് പല റിഡക്ഷനും കൊടുക്കുന്നുണ്ട്. അപ്പൊ കാസ്റ്റ് ബേസിസിലല്ല. അപ്പൊ ഹയർ കാസ്റ്റ് ആണ്, അവർക്ക് പൈസ ഇല്ലാന്ന് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് സ്കോളർഷിപ്പും എഡ്യൂക്കേഷൻ ആണെങ്കിൽ സ്കോളർഷിപ്പ് ഒക്കെ കൊടുക്കും, അല്ലെ. ആൻഡ് ലോവർ കാസ്റ്റ് ആണ്, അവർക്ക് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ലോവർ കാസ്റ്റ് ആയിട്ട് പൈസ ഇല്ലാന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട പൈസയൊക്കെ കൊടുത്തിട്ട് എന്ത് ചെയ്യും? എഡ്യൂക്കേഷൻ ലെവലിലാണെങ്കിലും വേറെ ലെവലിലാണെങ്കിലും വേറെ ബിസിനസ് ആണെങ്കിലും എക്കണോമിക് സ്റ്റാറ്റസ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കുറെ സ്കീംസ് ആണെങ്കിലും ലോൺസ് ആണെങ്കിലും ഒക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ എല്ലാ ആൾക്കാരും എന്ത് ചെയ്യാണ്? എക്കണോമിക്കലി ഈക്വൽ ആക്കി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് എഫേർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. The average economic status of caste groups still follows the old hierarchy. The upper castes are best off, the Dalits and Adivasis are worst off, and the backward classes are in between. അപ്പം ഇപ്പോഴും ഇങ്ങനെ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്, അല്ലെ. എങ്ങനെ വിശ്വസിക്കുന്ന? Average economic status of caste groups still follows the old hierarchy. അപ്പർ കാസ്റ്റ് ആണ്, ഉയർന്ന ജാതിക്കാര് ആണ് ഏറ്റവും നല്ല ആൾക്കാര്. ആൻഡ് ദളിതും ആദിവാസീസ് ഒക്കെ ഭയങ്കര മോശമാണ്. ബാക്ക്വേർഡ് കാസ്റ്റ് എന്ന് പറയുന്നത് ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള കാസ്റ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇങ്ങനെയല്ല കേട്ടോ. എല്ലാ കാസ്റ്റിനും എന്താണ്? ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നത്. അപ്പൊ എല്ലാ ആൾക്കാർക്കും ഏത് കാസ്റ്റിലും എന്ത് ചെയ്യാൻ പറ്റും? ആരെയും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? അൺടച്ചബിലിറ്റി അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല. ഒരു തരത്തിലുള്ള കാസ്റ്റിന്റെ ഡിസ്ക്രിമിനേഷനും പാടില്ല. ഓക്കെ, എല്ലാ ആൾക്കാരും ഈക്വൽ ആണ്. And although every caste has some poor members, the proportion living in extreme poverty is much higher for the lowest caste, അല്ലെ. അപ്പം ഇപ്പോഴും എന്തുണ്ട്? ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് ഭയങ്കര എക്കണോമിക്കിന്റെ ക്രൈസിസ് അനുഭവിക്കുന്ന ആൾക്കാരുണ്ട്. ഓക്കെ, as much lower for the upper classes. അപ്പം the backward classes once again in between. അപ്പം ഇപ്പോഴും ലോവർ കാസ്റ്റിലുള്ള ആൾക്കാർക്ക് ലോവർ എക്കണോമിക് സ്റ്റാറ്റസുള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പം ബാക്ക്വേർഡ് ക്ലാസ്സസ് എപ്പോഴും എന്തായിരിക്കും? അവരുടെ ഇടയിലായിരിക്കും. അപ്പം ഇതൊരു ചാർട്ടാണ്. റൂറൽ ആൻഡ് അർബൻ പോപ്പുലേഷനിൽ എത്ര ആൾക്കാരുണ്ട്, എസ് സിക്കാർ എത്രയുണ്ട്, എസ് ടിക്കാർ എത്രയുണ്ട്, ഒ ബി സിക്കാർ എത്രയുണ്ട്, മുസ്ലിം എത്രയുണ്ട്, ഹിന്ദുസ് എത്രയുണ്ട്, ക്രിസ്ത്യൻ എത്രയുണ്ട്, സിഖ്, ബാക്കി കാസ്റ്റ് ഒക്കെ എത്രയുണ്ട് എന്നുള്ള രീതിയിലുള്ള ഒരു കാൽക്കുലേഷൻ ആണ് ഇവിടെ. അപ്പം എസ് സിക്കാര് റൂറലില് 45.8, അർബനില് 35.5. അപ്പം എല്ലാത്തിലും കൂടിയുള്ള ഒരു ക്ലാസിഫിക്കേഷൻ ആണ് പോവർട്ടി ലൈനിന്റെ ബേസിസിൽ കേട്ടോ. ബിലോ പോവർട്ടി ലൈനിൽ നിൽക്കുന്ന എസ് സിക്കാർ എത്ര, എസ് ടിക്കാർ എത്ര, അങ്ങനെയുള്ളൊരു ചാർട്ടാണ് കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് ബുക്കിലുള്ള സെയിം ചാർട്ടാണ് കേട്ടോ. ആൻഡ് നമ്മൾ പഠിക്കുന്നത് പൊളിറ്റിക്സും കാസ്റ്റും. കാസ്റ്റിലുള്ള പൊളിറ്റിക്സ് ഇൻ കാസ്റ്റ്. ഓക്കെ,
സോ നമ്മൾ എന്തൊക്കെ ഇതുവരെ പറഞ്ഞത്, കാസ്റ്റിന്റെ കാര്യങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് കാസ്റ്റിനെ പറ്റിയിട്ട്? ഡിഫറെന്റ് ആയിട്ടുള്ള കാസ്റ്റ് ഉണ്ട് അല്ലെ, SC ഉണ്ട്, ഷെഡ്യൂൾഡ് ആയിട്ടുള്ള ട്രൈബ്സ് ഒക്കെ ഉണ്ട്, SC ST കാരുണ്ട്. പിന്നെയോ കാസ്റ്റില് വേറെയും ബാക്ക്വേർഡ് കാസ്റ്റ് ഉണ്ട്. കാസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അവര് ചെയ്യുന്ന ജോലിന്റെ ബേസിസിലുള്ള ഡിവിഷൻ ആണ് അല്ലെ, തൊഴിലിന്റെ ബേസിസിലുള്ള ഡിവിഷൻ ആയിട്ടാണ് അത് തുടങ്ങിയത്. കാസ്റ്റ് തന്നെയും ഹയർ കാസ്റ്റും ലോവർ കാസ്റ്റും ആയിട്ടുള്ള ഒരു കൺസിഡറേഷൻ ഉണ്ട്. അതിൽ തന്നെയും ഹയർ കാസ്റ്റ് എപ്പോഴും എക്കണോമിക്കലി, പഴയ കാലത്ത് കുറെ പൈസയുള്ള ആൾക്കാരായിരുന്നു ഹയർ കാസ്റ്റ് എന്നായിരുന്നു വിശ്വസിച്ചത്. ലോവർ കാസ്റ്റ് എന്ന് പറയുന്നത് പൈസ കുറവായിട്ടുള്ള പുവർ ഫാമിലീസ് ആയിരുന്നു. അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാ കാസ്റ്റുകാരെയും ഒന്നും തൊടാൻ പറ്റില്ല എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നു അല്ലെ. അങ്ങനെയൊക്കെ കുറെ കൺസെപ്റ്റ് ഉണ്ട്. ഇതിനൊക്കെ നമുക്ക് പൊളിറ്റിക്സില് എന്താണ് എലക്ഷന്റെ ബേസിസിൽ കാസ്റ്റ് ബേസ്ഡ് ആയിട്ട് എങ്ങനെയാണ് വോട്ട് പോകുന്നതെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ഇങ്ങനെയൊക്കെയാണ് നമ്മള് കാസ്റ്റിനെ പറ്റി പറഞ്ഞു വെച്ചത്. ഇനി politics too influences the caste system and caste identities by bringing them into the political arena. Thus, it is not politics that gets caste ridden, it is the caste that gets politicized. അപ്പം കാസ്റ്റിനെ എന്ത് ചെയ്യാണ്? പൊളിറ്റിസൈസ് ചെയ്യാണ്. ഓക്കെ, new kinds of caste groups have come up in the political arena. Like, അപ്പൊ പൊളിറ്റിക്സിൽ നമ്മൾ നോക്കുമ്പോൾ ബാക്ക്വേർഡ് കാസ്റ്റും ഫോർവേഡ് കാസ്റ്റ്. അപ്പം നമ്മൾ കാസ്റ്റ് തന്നെ പല കാസ്റ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഇപ്പൊ എന്ത് ചെയ്തു? ബ്രോഡ് ആയിട്ട് ബാക്ക്വേർഡ് കാസ്റ്റ്, കുറച്ച് ബാക്കിലേക്കുള്ള കാസ്റ്റും ഫോർവേഡ് കാസ്റ്റ് ഗ്രൂപ്പ്സ്. ദസ് കാസ്റ്റ് പ്ലേസ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് റോൾസ് ഇൻ പൊളിറ്റിക്സ്. അപ്പം കാസ്റ്റ് എന്ന് പറയുന്നതും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടന്റ് ആണ് അല്ലെ പൊളിറ്റിക്സിൽ. In some situations, expression of caste differences in politics gives many disadvantaged communities the space to demand their share of power. In this sense, caste politics has helped people from Dalits and OBC caste to gain better access to decision making. അപ്പം കാസ്റ്റിൽ അല്ലെ ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് വലിയ ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പറഞ്ഞു ജെൻഡർ ഇൻഈക്വാലിറ്റി വന്ന സമയത്ത് എന്താ സംഭവിച്ചത്? ജെൻഡറില് ഫീമെയിൽസ്, അപ്പൊ അവർക്ക് പവർ കിട്ടിയാലും മാത്രമേ അവർക്ക് അവരുടെ കാര്യങ്ങള് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവർക്ക് അവരുടെ ഇഷ്യൂസ് അഡ്രസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫീമെയിൽസ് എന്തില് വരണം? പൊളിറ്റിക്സിലേക്ക് അല്ലെ, സൊസൈറ്റിയിലേക്ക് ഇറങ്ങണം അല്ലെ, അവര് പവർ കൊടുക്കണം. അതുപോലെ തന്നെ ഇപ്പൊ ദളിറ്റ്സ് ആയിട്ടും അല്ലെങ്കിൽ ബാക്ക്വേർഡ് കാസ്റ്റിലുള്ള ആൾക്കാർക്കൊക്കെ അവരുടെ ഇഷ്യൂസ് സോൾവ് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം മക്കളെ? അവരെന്ത് വരണം? അവർക്ക് പവർ കിട്ടണം അല്ലെ. അവർക്ക് ദളിറ്റ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബാക്ക്വേർഡ് കാസ്റ്റിലുള്ള ആൾക്കാരായിക്കോട്ടെ, അവർക്ക് എന്ത് വേണം? പവർ കൊടുക്കണം. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും അവര് അല്ലെ? നിങ്ങൾ കേട്ടിട്ടല്ലേ പല മേഖലകളിൽ എന്തുണ്ട്? ദളിറ്റ്സ് ആയിട്ട് അവർക്കൊക്കെ എന്തുണ്ട്? റിസർവേഷനും കാര്യങ്ങളും, അല്ലെങ്കിൽ അവരെ നമ്മള് ഷെയർ ഓഫ് പവർ എന്ന് പറയുന്നൊരു പവർ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് കൊണ്ടുവരികയാണ് അല്ലെ. അപ്പൊ അവർക്ക് അവരുടെ നീഡ് അഡ്രസ് ചെയ്യപ്പെടും അല്ലേ. അവർക്ക് ഡിസിഷൻസ്, അവർക്ക് വേണ്ടിയിട്ടുള്ള ഡിസിഷൻസ് ഒക്കെ അവർക്ക് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാണ്? ഒരു ബാലൻസ് കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് അല്ലെ. ഒരു ബാലൻസ് അല്ലെ. ഏറ്റവും കൂടുതലുള്ള ആൾക്കാർ, നമ്മളെല്ലാ ആൾക്കാരും ഒരു ആവറേജ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഇപ്പൊ ഡെവലപ്പിംഗ് ഇന്ത്യ എന്നുള്ള നിലയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. And several political and non-political organizations have been demanding and agitating for an end to discrimination against particular caste for more dignity and more access to land, resources and opportunities. അപ്പം ഈ ഒരു കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ആയിട്ട് കുറെ ആൾക്കാർ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോഴും പ്രയത്നിക്കുന്നുണ്ട് അല്ലെ. അവർക്ക് കാസ്റ്റിന്റെ ബേസിസിലുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അവര് കുറെ എഫേർട്സ് ഇടുന്നുണ്ട്. At the same time, exclusive attention to caste can produce negative results as well. അപ്പൊ നമ്മള് കാസ്റ്റിന് അത്രയും ഇമ്പോർട്ടൻസ് കൊടുത്തു കഴിഞ്ഞാല് ചിലപ്പോൾ അത് നെഗറ്റീവ് റിസൾട്ട്സിലേക്കും ലീഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഞാൻ സ്റ്റാർട്ടിങ് പറയുന്നില്ലേ, കാസ്റ്റിന്റെ പൊളിറ്റിക്സിലെ റോൾ എന്ന് പറയുന്നത് പോസിറ്റീവ് റോളും ഉണ്ട് അല്ലെ, നെഗറ്റീവ് റോളും ഉണ്ട്. And as in the case of religion, politics based on caste identity alone is not very healthy in a democracy. അപ്പൊ നമ്മള്
കാസ്റ്റിന്റെ ബേസിസിൽ പൊളിറ്റിക്സ് കളിക്കുന്നത് ഡെമോക്രസിയിൽ എന്തല്ല, ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഡെമോക്രസി അല്ല. It can divert attention from other pressing issues like, അപ്പം നമ്മൾ എപ്പോഴും കാസ്റ്റ് തന്നെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറെയും കുറെ അഡ്രസ് ചെയ്യപ്പെടേണ്ട ഇഷ്യൂസ് ഉണ്ട് അല്ലെ, വേറെയും കുറെ ഇഷ്യൂസ് ഉണ്ട്. അപ്പൊ നമ്മൾ കാസ്റ്റ് വെച്ച് തന്നെ കളിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, ബാക്കി ഇന്ത്യന്റെ മേജർ ആയിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെ, പോവേർട്ടി, ഡെവലപ്മെന്റ് ആൻഡ് കറപ്ഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ നെഗ്ലക്ട് ചെയ്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് അല്ലെ. പോവേർട്ടി, divert attention from other pressing issues like poverty, development and corruption. In some cases, caste division leads to tensions, conflict and even violence. അപ്പം കാസ്റ്റിന്റെ ഡിവിഷൻ ചിലപ്പം വയലൻസ് അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസും ഉണ്ട്. അപ്പൊ കാസ്റ്റിന് പോസിറ്റീവ് ആസ്പെക്ട്സും ഉണ്ട്, നെഗറ്റീവ് ആസ്പെക്ട്സും ഉണ്ട്. സോ നമ്മുടെ ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് അല്ലെ. അപ്പം ജെൻഡറിനെ പറ്റി പഠിച്ചു, റിലീജിയനെ പറ്റി പഠിച്ചു, കാസ്റ്റിനെ പറ്റി പഠിച്ചു. അപ്പൊ ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ പഠിച്ചത്. ഈ ചാപ്റ്ററിന്റെ അകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്? ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റില് ജെൻഡറിന്റെ ബേസിസിൽ പഠിച്ചു അല്ലെ. ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്നായിരുന്നു ചാപ്റ്ററിന്റെ പേര്. ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ് എന്നായിരുന്നു ചാപ്റ്ററിന്റെ പേര്. അതിനകത്ത് ഫസ്റ്റ് നമ്മള് ജെൻഡർ പഠിച്ചു. അതിനകത്ത് നമ്മളൊരു ഈക്വൽ റെമൻറേഷൻ ആക്ട് പഠിച്ചില്ലേടാ. എല്ലാ ജെൻഡറിലുള്ള ആൾക്കാർക്കും എന്താണ്, മെയിലും ഫീമെയിൽസും അല്ലെ, മെയിൽസും ഫീമെയിൽസും ഉണ്ട്. ഫീമെയിൽസിന് വേണ്ട കാര്യങ്ങൾ അല്ലെ, മെയിലും ഫീമെയിലും ഉണ്ടായിരുന്നു. ഫീമെയിൽസിന് വേണ്ട കാര്യങ്ങൾ, ഫീമെയിൽസിന് എന്നിട്ട് അവര് നമ്മള് പവറിന്റെ അവർക്ക് പവർ കൊടുക്കുക അല്ലെ, അവർക്ക് വേണ്ട കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ അവരുടെ എണ്ണത്തില് അവരെന്ത് ചെയ്യുക, ലോക്സഭയിലേക്ക് നമ്മൾ ഇപ്പോഴും എന്ത് ചെയ്യാണ്, ബില്ല് പാസ്സാക്കാനുണ്ട് അല്ലെ. ആൻഡ് പഞ്ചായത്തി രാജ് അല്ലെ, പഞ്ചായത്തിലെ മുനിസിപ്പാലിറ്റീസിലൊക്കെ ഫീമെയിൽസിന്റെ ഒരു ഇമ്പോർട്ടൻസ് അല്ലെ അല്ലെങ്കിൽ ഒരു ഇൻവോൾവ്മെന്റ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് ജെൻഡർ, റിലീജിയൻ ബേസ്ഡ് അല്ലെ. റിലീജിയനിൽ എന്തൊക്കെയാ നമ്മൾ പഠിച്ചത്? ഇന്ത്യ ഒരു സെക്യുലർ ആയിട്ടുള്ള ഒരു കൺട്രിയാണ് അല്ലെ. എല്ലാ റിലീജിയനെ എന്ത് ചെയ്യുന്നുണ്ട്, ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് എല്ലാ റിലീജിയനിലുള്ള ആൾക്കാർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇന്ത്യയിൽ ഒരുപോലെ ജീവിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട്. ആൻഡ് സെക്യുലർ എന്നുള്ള വേർഡ് പഠിച്ചു നമ്മള്. കമ്മ്യൂണലിസം പഠിച്ചു അല്ലെ, കമ്മ്യൂണലിസം. തേർഡ് പോയിന്റ് നമ്മള് കാസ്റ്റ് പഠിച്ചു അല്ലെ, കാസ്റ്റ് പഠിച്ചു. കാസ്റ്റും പൊളിറ്റിക്സും അല്ലെ, പോസിറ്റീവ് ആസ്പെക്റ്റും ഉണ്ട് കാസ്റ്റിന്, നെഗറ്റീവ് ആസ്പെക്റ്റും ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ കാസ്റ്റും പൊളിറ്റിക്സും പഠിച്ചു. കാസ്റ്റിന്റെ പൊളിറ്റിക്സ് അല്ലെ, ഇലക്ഷനിൽ എങ്ങനെയാണ് കാസ്റ്റ് ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് റെപ്രസെന്റ് ചെയ്യുമ്പം വോട്ട് കിട്ടാനും കിട്ടാതിരിക്കാനും ഉള്ള ചാൻസസ് ഒക്കെ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മള് ഈ സിമ്പിൾ ആയിട്ടുള്ള ചെറിയ ചാപ്റ്റർ ആണ്, നമുക്ക് അറിയുന്ന കാര്യം തന്നെ അല്ലെ. കാസ്റ്റിൽ നമ്മൾ അൺടച്ചബിലിറ്റീനെ പറ്റിയൊക്കെ പറഞ്ഞു. നിങ്ങൾ ആരും എന്ത് ചെയ്യാൻ പാടില്ല, റിലീജിയന്റെയോ കാസ്റ്റിന്റെയോ ബേസിസിൽ ഒന്നും ചെയ്യാൻ പാടില്ല. അതൊന്നും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് അനുവദിക്കുന്നതല്ല. അപ്പൊ നിങ്ങൾ കാസ്റ്റിനെ പറ്റിയോ റിലീജിയനെ പറ്റിയിട്ടല്ല ചിന്തിക്കാൻ പാടില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഇടപഴകുന്ന സമയത്ത് കാസ്റ്റ് ബേസ്ഡോ റിലീജിയൻ ബേസ്ഡോ ആയിട്ട് ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പൊ നമ്മള് കാസ്റ്റിനെ പറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ വേണ്ടി പാടില്ല. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ചാപ്റ്റർ ജെൻഡർ, റിലീജിയൻ ആൻഡ് കാസ്റ്റ്. സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സിമ്പിൾ ആയിട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ചാപ്റ്റർ ആണ്. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്, നന്നായിട്ട് വായിക്കും. ഓക്കെ, താങ്ക് യു.